നമസ്കാരം. ജോസ് കെ മാണിയെ യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടി കേരളത്തിലെ മാധ്യമ പാണന്മാർ കിണഞ്ഞു പരിശ്രമിച്ച് പരാജയപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഒരു വെറൈറ്റി മോങ്ങലാണ്. നോക്കി, ഏഷ്യാനെറ്റിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉണ്ണി ബാലകൃഷ്ണന്റെ ഇന്നത്തെ വാർത്തയാണ്. ജോസ് കെ മാണി കീഴടങ്ങി. ഈ പാണന്മാർ ഇങ്ങനെ സംഘപരിവാർ പ്ലാറ്റ്ഫോമിലായിരുന്നാലും അല്ലെങ്കിൽ ഇനി കോൺഗ്രസ് പ്ലാറ്റ്ഫോമിലായിരുന്നാലും ഇവരുടെ ദിവസപ്പടി വാങ്ങിക്കൊണ്ട് ഇവർക്ക് വേണ്ടി ഈ കുഴലൂത്ത് പണി നടത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ചിലയിടങ്ങളിൽ അവരറിയാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യം പറയുന്നുണ്ട്. സതീശന്റെ ഔദ്യോഗിക വസതിയിൽ ഇവരിൽ നിന്ന് ദിവസപ്പടി വാങ്ങിയിട്ട് അവിടെ പോയി ഒത്തൊരുമിച്ചിരുന്ന ഒരു തിരക്കഥ ഉണ്ടാക്കി മാധ്യമങ്ങളിലൂടെ അടിച്ചിറക്കിയാണ് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് വരാൻ പോകുന്നു, പാർട്ടി പിളരാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ. ഇനി എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് കൂടി നിങ്ങൾ കേൾക്കണം. ഇന്നിപ്പോ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റാണ്. വർക്കിംഗ് അല്ലാത്ത പ്രസിഡന്റ് ആണെങ്കിൽ പോലും അദ്ദേഹമാണല്ലോ പാർട്ടിയുടെ അവസാനത്തെ വാക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുഖം KPCC പ്രസിഡന്റ് ആണല്ലോ. അദ്ദേഹം സ്മൃതി പരുത്തിക്കാടിന്റെ മുന്നിൽ ഇന്നൊരു അഭിമുഖത്തിലിരുന്നു. ആ സന്ദർഭത്തിൽ ഇതേ ചോദ്യം അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേൾക്കണം. അതായത് KPCC പ്രസിഡന്റ് പോലും അറിയാത്ത കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ എങ്ങനെയാണ് വലിയ വാർത്താ വിസ്ഫോടനമായി വന്നു എന്ന് നിങ്ങൾക്കത് കേട്ടതിന് ശേഷം ചിന്തിക്കാവുന്നതാണ്. ഇപ്പോൾ UDFന്റെ മുന്നണി വിപുലീകരണമാണല്ലോ പ്രധാനപ്പെട്ട വാർത്ത. അതിലിപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി ചർച്ച നടത്തി, ചില നേതാക്കൾ ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളുണ്ടായിരുന്നു. ഇന്നലെ ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണവും വന്നു കഴിഞ്ഞു. ഇടതിനൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള തീരുമാനം അത് ഏതാണ്ട് ഉറപ്പിക്കുകയാണ് LDFും. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനമടക്കം വന്നു കഴിഞ്ഞു. KM മാണിക്ക് ഒരു സ്മാരകം, അതിനുള്ള സ്ഥലം. അപ്പോൾ ഇനി സാധ്യതയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നതല്ലാതെ ഞങ്ങള് ഔദ്യോഗികമായി യാതൊരു ചർച്ചയും ആരോട് ചർച്ച ചെയ്തു എന്ന് ആർക്കും പറയാൻ കഴിയും. കേട്ടല്ലോ, ഇങ്ങനെ ഒരു ചർച്ചയേ നടന്നിട്ടില്ല. ഇത് എവിടെ നിന്നാണ് വാർത്ത വന്നതെന്ന് KPCC പ്രസിഡന്റ് പോലും അറിയില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഒരു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി പറയുകയാണ് ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ചർച്ച. അദ്ദേഹം ആകെ പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിൽ പരസ്പരം ഒരു വേദിയിൽ ഇരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്നൊരു വാചകം പറഞ്ഞതിനപ്പുറം ഇങ്ങനെ ഒരു ചർച്ചയെ നടന്നിട്ടില്ല. മാധ്യമങ്ങളിലൂടെയാണ് ഇത് വാർത്ത. അപ്പോൾ പ്ലാന്റഡ് ആണോ? അതായത് ഇല്ലാത്തതുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുത്തുക, ചർച്ച വരുത്തുക, അതിനുശേഷം ഓഫറുകൾ മുന്നോട്ട് വയ്ക്കാൻ കോൺഗ്രസിന് അവസരമുണ്ടാക്കുക. ഇതൊക്കെയാണ് കോൺഗ്രസ് പാണന്മാരായിട്ട് കോൺഗ്രസിന് വേണ്ടി ചാനലിനകത്തിരുന്ന് ഇതുപോലുള്ള പാണന്മാർ ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം. എന്നിട്ട് ആ പ്ലാൻ പദ്ധതി പൊളിയുമ്പോൾ വ്യക്തിയെ അധിക്ഷേപിക്കുക. ആരെ? ജോസ് കെ മാണി എന്ന വ്യക്തിയെ രാഷ്ട്രീയ കേരളത്തിന് മുന്നിൽ അധിക്ഷേപിച്ച് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും മാനസാന്തരം വരുത്താൻ വേണ്ടിയുള്ള അവസാനവട്ട ശ്രമം. അതായത് താൻ LDFിനോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പറഞ്ഞതിന് ശേഷം ഇന്നലെ വരെ ജോസ് കെ മാണി ഇതാ പാർട്ടി പിളർത്തിക്കൊണ്ട് പോകാൻ പോകുന്നു എന്ന പേരിൽ പ്രചരിപ്പിച്ചവർ ഇന്നിപ്പോ ജോസ് കെ മാണി കീഴടങ്ങി. അതായത് എല്ലാ കുറ്റവും ജോസ് കെ മാണിയാണ്. ഇവർ പറഞ്ഞത് പലതും തെറ്റാണെന്ന് തെളിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധി വിളിച്ചെന്നോ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ വിളിച്ചോ എന്നതിനെ സംബന്ധിച്ച് സോണിയാഗാന്ധിയും പറഞ്ഞില്ല, അല്ലെങ്കിൽ ജോസ് കെ മാണിയും പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ ഒരു കഥയുണ്ടാക്കി പ്രചരിപ്പിച്ചതിന് ശേഷം അത് സതീശനും കോൺഗ്രസിനും കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മണ്ണൊഴുതിട്ട് കൊടുത്തതിന് ശേഷം അതിനെ എങ്ങനെയാണ് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് കൊണ്ടുപോയി ആ വ്യക്തിയെ കേരളത്തിന്റെ ജനങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയ തേജോവധം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നിപ്പോ സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ സംഘപരിവാറിന്റെ പൈസയും മേടിച്ചുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി ആ ചാനലിനകത്ത് നിന്ന് ഈ വിടുപണി ചെയ്യുമ്പോൾ തനിക്കൊക്കെ രാഷ്ട്രീയ മാന്യതയോ അന്തസ്സോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാകാതെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ അതിനെ വളച്ചൊടിക്കാൻ നാണം തോന്നുന്നില്ലേ എന്ന് മാത്രമേ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് തിരിച്ചു ചോദിക്കാനുള്ളൂ. നിങ്ങൾ പറയുന്ന വഴിക്ക് സഞ്ചരിച്ചില്ലെങ്കിൽ വ്യക്തിയെ എങ്ങനെയൊക്കെയാണ് സമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രീയ വേട്ടയാടലിന് കോൺഗ്രസിന്റെ പാണന്മാരായിട്ട് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പാണന്മാരായി നിയോഗിച്ചിരിക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ ശ്രമിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിൽ കോൺഗ്രസ് പാണനായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്ത പരിപാടി എന്ന് പറയേണ്ടി വരികയാണ്. അതിന് ഏറ്റവും വലിയ തെളിവ് സണ്ണി ജോസഫ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. പാർട്ടി അറിയാത്ത ഔദ്യോഗിക കാര്യങ്ങൾ മനോരമയിലൂടെ വരിക, അത് ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടി മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് പണിയെടുക്കുന്നവന്മാർ ആവേശത്തോടെ ഇങ്ങനെ വിളിച്ചു കൂവിയാൽ അത് മിനിമം KPCC പ്രസിഡന്റെങ്കിലും അറിയണ്ടേ എന്ന് ഈ നാടിന് തിരിച്ചു ചോദിക്കേണ്ടി വരും.